എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഒരു മോരുകറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് എന്തൊക്കെ കിട്ടിയ കഷ്ണങ്ങളൊക്കെ ഇട്ടു. കായുണ്ട്, ഇത് വന്നിട്ട് വാഴക്കായ, നേന്ത്രക്കായ ഉണ്ട്, ചേമ്പുണ്ട്. ചേമ്പാണ് മെയിനാ. ചേമ്പ്, നേന്ത്രക്കായ, നമ്മുടെ കുറച്ച് കൊത്തവരക്കായ, 2-3 ചെറിയ കുഞ്ഞ് ക്യാരറ്റ് അതിനൊക്കെ ഉണ്ട്. മിക്സിങ് ആയിട്ടുള്ള എല്ലതും കിടക്കട്ടെ. എല്ലാ കായും ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെയൊക്കെ വയ്ക്കാം, നമുക്ക് മാറ്റി മാറ്റി വയ്ക്കാം. അതിന് വാതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരേ മാതിരി വയ്ക്കുന്നതിന് മാറ്റിയൊക്കെ പിടിക്കുന്ന ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി കേസറിനുണ്ട്, മഞ്ഞപ്പൊടി പൊടിച്ച് നമുക്ക് തീ വെച്ച് കൊടുക്കാം. വേവട്ടെ. മോരുകറി വയ്ക്കേണ്ടത് സിമ്പിൾ ടേസ്റ്റായ മോരുകറി. മോരുകറി ഇട്ടണോ വിചാരിക്കണോ അറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ ഇന്നത്തെ മോരുകറി ഇങ്ങനെയാണ്. ഓരോ ദിവസം ഓരോ മാതിരിയാവും. അപ്പോൾ വെച്ചിട്ട് ഈ തിളച്ച് വേവട്ടെ. നമുക്കതിൻ്റെ അരപ്പും കാര്യങ്ങളും തൈരും ഒക്കെ കാണാം. മാങ്ങാപ്പുളി വയ്ക്കുമ്പോൾ അതിൽ വറുത്ത് കൊട്ടുന്നത് മിസ്സായി പോയിരുന്നു. മാങ്ങയും മീനും പുളി വെച്ചതിൽ വറുത്ത് കൊട്ടുമ്പോൾ വീഡിയോ കട്ടായി, അതുകൊണ്ടാണ് കാണാണ്ട് പോയത്, ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ കഷ്ണം വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് അരപ്പ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഒരു മോരുകറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് എന്തൊക്കെ കിട്ടിയ കഷ്ണങ്ങളൊക്കെ ഇട്ടു. കായുണ്ട്, ഇത് വന്നിട്ട് വാഴക്കായ, നേന്ത്രക്കായ ഉണ്ട്, ചേമ്പുണ്ട്. ചേമ്പാണ് മെയിനാ. ചേമ്പ്, നേന്ത്രക്കായ, നമ്മുടെ കുറച്ച് കൊത്തവരക്കായ, 2-3 ചെറിയ കുഞ്ഞ് ക്യാരറ്റ് അതിനൊക്കെ ഉണ്ട്. മിക്സിങ് ആയിട്ടുള്ള എല്ലതും കിടക്കട്ടെ. എല്ലാ കായും ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെയൊക്കെ വയ്ക്കാം, നമുക്ക് മാറ്റി മാറ്റി വയ്ക്കാം. അതിന് വാതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരേ മാതിരി വയ്ക്കുന്നതിന് മാറ്റിയൊക്കെ പിടിക്കുന്ന ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി കേസറിനുണ്ട്, മഞ്ഞപ്പൊടി പൊടിച്ച് നമുക്ക് തീ വെച്ച് കൊടുക്കാം. വേവട്ടെ. മോരുകറി വയ്ക്കേണ്ടത് സിമ്പിൾ ടേസ്റ്റായ മോരുകറി. മോരുകറി ഇട്ടണോ വിചാരിക്കണോ അറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ ഇന്നത്തെ മോരുകറി ഇങ്ങനെയാണ്. ഓരോ ദിവസം ഓരോ മാതിരിയാവും. അപ്പോൾ വെച്ചിട്ട് ഈ തിളച്ച് വേവട്ടെ. നമുക്കതിൻ്റെ അരപ്പും കാര്യങ്ങളും തൈരും ഒക്കെ കാണാം. മാങ്ങാപ്പുളി വയ്ക്കുമ്പോൾ അതിൽ വറുത്ത് കൊട്ടുന്നത് മിസ്സായി പോയിരുന്നു. മാങ്ങയും മീനും പുളി വെച്ചതിൽ വറുത്ത് കൊട്ടുമ്പോൾ വീഡിയോ കട്ടായി, അതുകൊണ്ടാണ് കാണാണ്ട് പോയത്, ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ കഷ്ണം വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് അരപ്പ്. തേങ്ങയും ജീരകം, കുരുമുളക്, നമ്മുടെ ഉണക്കമുളക് ഒക്കെ പാടെ അരച്ചു. അതിൽ കൂടെ നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. പാകത്തിനുള്ളത് ഉപ്പിട്ടണ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ മോരുകറി അങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. തിള വരുമ്പോൾ നമുക്ക് ഇറക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം പാകത്തിന്. നമ്മുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഞാൻ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നമുക്ക് കറി എത്ര വേണമെച്ചാൽ അത്ര നമുക്ക് വേണ്ടത് കൂട്ടാ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഉണ്ടോ, 2 ദിവസം 3 ദിവസം വരയ്ക്ക് വെച്ച് കൂട്ടാൻ പറ്റിയൊരു മോരുകറിയാണ്. തിളക്കട്ടെ. തിള വന്ന് നമുക്ക് ഇറക്കണം. ഇത് വറവിടാം. അപ്പം അങ്ങനെ നമ്മുടെ കറി തിളച്ചു. നമുക്കിനി ഇറക്കി വയ്ക്കാം. നമ്മുടെ മോരുകറി സെറ്റ്. കണ്ടുപോയി പിന്നീട് ഉണങ്ങിപ്പോയി കറുവേപ്പിൻ്റെ.
ഇതിപ്പോൾ എന്താ ചെയ്യുക ഉള്ളത് ഇടാം. ഇട്ട് കൊടുത്തു. നമുക്ക് വറവിടാം. ചട്ടി വെച്ചിരുന്നു, എണ്ണ ഒഴിച്ചിരുന്നു, വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണ ഇട്ടുവാ. നമുക്ക് കടുകിടാം. കുറച്ച് ഉലുവ, കടുക്, ഉലുവ. നമ്മുടെ വറവ് ഇല്ലേ. നമുക്ക് ഉണക്കമുളക് ഇടുന്നുണ്ട്. അടുപ്പ് ഓഫാക്കാം. ഒരേ ഒരു തണ്ട് കറിവേപ്പിൻ്റെ അരി ഇടണം നമുക്ക്. അപ്പോൾ നമ്മുടെ കറി പൂർത്തീകരിച്ചത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കറി പൂർത്തീകരിക്കണമെങ്കിൽ അടിപൊളി സൂപ്പർ മോര് കറി തയ്യാർ. 2 ദിവസം 3 ദിവസം വരെ വെച്ച് നമുക്ക് കൂട്ടാൻ പറ്റിയൊരു മോര് കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും പറഞ്ഞതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്.